യോഗത്തിൻ്റെ സമാരാധ്യനായ അധ്യക്ഷൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വികസിത കേരളം എന്ന സങ്കല്പത്തോടുകൂടി കേരളത്തെ പുതിയ പന്ഥാവിലേക്ക് നയിക്കുന്ന വികസന നായകൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇന്ന് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയും മലയാളത്തിൻ്റെ മഹാനടനുമായ ഭരത് സുരേഷ് ഗോപി അടക്കം വേദിയിലുള്ള എല്ലാ നേതാക്കന്മാർക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഊർജ്ജസ്വലരായ പ്രവർത്തകർക്കും വിശ്വാസ സമൂഹത്തിനും സാദര നമസ്കാരം. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും നേതൃത്വത്തിൽ വിശ്വാസ ജനസഭ എന്ന പേരിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ആവശ്യകതയെപ്പറ്റി ആമുഖമായി ഇവിടെ സംസാരിച്ചവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇന്ന് കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവായ മന്നത്ത് പത്മനാഭൻ്റെ ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ്റെ 56ാമത് ഓർമ്മ ദിനം കൂടിയാണ് ഇത്തരത്തിലൊരു വിശ്വാസ ജനസഭ നാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. നശിച്ച നായർക്കും പിഴച്ച ക്രിസ്ത്യാനിക്കും മാത്രമേ കമ്മ്യൂണിസ്റ്റ് ആകാൻ സാധിക്കുകയുള്ളൂ എന്ന് കേരളത്തോട് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച സാമുദായിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ചെങ്ങന്നൂരിൻ്റെ മണ്ണിൽ ശബരിമല അയ്യൻ്റെ കവാടമായ ചെങ്ങന്നൂരിൻ്റെ മണ്ണിലാണ് വിശ്വാസ ജനസഭ സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സഭയുടെ ഉദ്ദേശം എന്നുള്ളത് കേവലം പിണറായി വിജയൻ സർക്കാർ നടത്തിയിട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയായാലും ആചാര ലംഘനമടക്കമുള്ള വിശ്വാസ സമൂഹത്തോടുള്ള വെല്ലുവിളിയെ ചോദ്യം ചെയ്യുക എന്നത് മാത്രമല്ല. പിണറായി വിജയൻ സർക്കാർ അരക്കള്ളനാണ് എങ്കിൽ മുക്കാൽ കള്ളന്മാരാണ് അതിന് മൗന അനുവാദം നൽകി കയ്യും കെട്ടി നോക്കി നിന്ന കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും എന്ന് മലയാള സമൂഹം തിരിച്ചറിയണം. ഇന്ന് പിണറായി വിജയന്റെ ഭരണത്തിൽ നാം പണ്ട് മുഗൾ കാലഘട്ടത്തിൽ മാത്രമാണ് ക്ഷേത്ര സ്വത്ത് കൊള്ളയടിച്ചതിനെ പറ്റി കേട്ടിട്ടുള്ളത്. ഇന്നത് പിണറായി വിജയന്റെ ഭരണത്തിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട് എങ്കിൽ അതിന് തുടക്കം കുറിച്ചത് ഇന്ന് ശബരിമല വിഷയത്തിൽ വിശ്വാസികളോടൊപ്പം നിൽക്കുന്നു എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ദേവസ്വം ബോർഡ് ഭരിക്കുമ്പോഴാണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരിവിടെ പറഞ്ഞു, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഇന്ന് ശബരിമലയിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ളയെ പറ്റി ആശ്ചര്യത്തോടെ, അതിശയത്തോടെ, അമ്പരപ്പോടെയോടെയാണ് സമീപിക്കുന്നത്. ശബരിമലയിൽ ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നാണ് കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ പരമോന്നത കോടതി കേരള സർക്കാരിനോട് ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം എന്ന് പറയുന്നുണ്ട് എങ്കിലും പിണറായി വിജയന്റെ തിട്ടൂരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വെറും പാവകളായി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം മാറിയിരിക്കുകയാണ്. ശബരിമല എന്നുള്ളത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണർ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ശബരിമലയിൽ നടക്കുന്ന ഏതൊരു കാര്യത്തിനും ഹൈക്കോടതിയുടെ ഈ പ്രത്യേക ഉദ്യോഗസ്ഥന്റെ അനുമതി ആവശ്യമായിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ശബരിമലയിലെ ആചാരങ്ങളിൽ മാത്രം അവസാന വാക്ക് എന്ന് പറയുന്ന ശബരിമല തന്ത്രിയെ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എങ്കിൽ അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ് കേരളത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത്. നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ആദ്യ ദിവസം തന്നെ പറഞ്ഞു, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം. തന്ത്രി ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. പക്ഷേ തന്ത്രിയേക്കാൾ വലിയ കുറ്റം ചെയ്തവർ, നമുക്കറിയാം, ശബരിമല ക്ഷേത്രത്തിന്റെ മരാമത്ത് പണിയുമായി ശബരിമല തന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ല. ശബരിമലയിൽ മരാമത്ത് നടത്തുന്നത് ദേവസ്വം ബോർഡാണ്. ഈ സ്വർണ്ണപ്പാളി മാറ്റുന്നതായാലും നമ്മുടെ ദ്വാരപാലക ശില്പത്തിൽ പുതിയതായി സ്വർണം പൂശുന്നത് അടക്കമുള്ളത് മരാമത്ത് പണികളാണ്. ഈ മരാമത്ത് പണികളിൽ തന്ത്രിക്ക് യാതൊരു റോളുമില്ല എന്നിരിക്കെ തന്ത്രിയേക്കാൾ വലിയ കള്ളന്മാർ, അല്ലെങ്കിൽ തന്ത്രിയേക്കാൾ വലിയ തോതിൽ ഇതിന് ഉത്തരവാദികളായ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPIM-ന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളും അടക്കം സ്വതന്ത്രരായി വിഹരിക്കുമ്പോഴാണ് മരാമത്ത് പണിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ശബരിമല തന്ത്രിയെ ഈ കേസിൽ പിണറായി വിജയൻ സർക്കാർ ജയിലിൽ അടച്ചത്. അതിന് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. കാരണം ശബരിമലയിൽ ഇവിടെ മുമ്പ് ദാസേട്ടൻ സൂചിപ്പിച്ചു, പുരോഗമനവാദികളെന്ന് നടിക്കുന്ന ചില ആക്ടിവിസ്റ്റുകളായ സ്ത്രീകളെ ഈശ്വരനിലോ സമൂഹത്തിന്റെ ധാർമ്മികമായ ചര്യയിലോ യാതൊരു വിശ്വാസവുമില്ലാത്ത
ചില സ്ത്രീകളെ ശബരിമലയിൽ പോലീസ് വേഷം ധരിപ്പിച്ച്, നാം മറന്നുപോകരുത്, പിണറായി വിജയൻ വിശ്വാസി സമൂഹത്തോട് ചെയ്തത് പോലീസിന്റെ വേഷം നിർബന്ധമായി ധരിപ്പിച്ച് രഹന ഫാത്തിമയെയും കനകദുർഗയെയും അടക്കമുള്ളവരെ വീട്ടിൽ പോയി പോലീസ് ജീപ്പിൽ കൊണ്ടുവന്ന് പമ്പയിൽ ഇറക്കി അവിടെ വെച്ച് പോലീസിന്റെ യൂണിഫോം ധരിപ്പിച്ച് രാത്രിയുടെ മറവിൽ സന്നിധാനത്തേക്ക് കടത്തിക്കൊണ്ടുപോയ ആ ഒരു കിരാതമായ ദിനം കേരളത്തിലെ ഓരോ വിശ്വാസിയുടെയും മുൻപിൽ ഉണ്ടാകണം. അന്ന് ശബരിമലയിൽ ആചാര ലംഘനം നടക്കുമെന്ന് വന്നപ്പോൾ ശബരിമലയുടെ നടയടച്ചിടാൻ നിർദ്ദേശം നൽകിയെന്ന ഒറ്റ കാരണത്താലാണ് ശബരിമല തന്ത്രിയെ അടക്കം കേരളത്തിന്റെ അയ്യപ്പ സമൂഹം, വിശ്വാസ സമൂഹം, ആരാധ്യരായി കാണുന്ന പുരോഹിത വർഗത്തോട് അന്ന് പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകമുണ്ട്: മുണ്ടിന്റെ കോന്തലയിൽ താക്കോൽ കൂട്ടമുണ്ടോ എന്ന് കരുതി എന്തിന്റെയും അധികാരിയാണ് എന്ന് ധരിക്കരുതോ. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് അന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടത് നാം മറന്നു പോകരുത്. ഇന്നാണ് അതിന് അവസരമൊത്തത് എന്ന് മാത്രമേ ഉള്ളൂ. പിണറായി വിജയൻ കരുതിയിരിക്കുകയായിരുന്നു. പക്ഷെ പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോ രൺദീപ് സുർജേവാല എന്ന കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ വക്താവ് അടിയന്തരമായി സുപ്രീം കോടതി വിധി നടപ്പാക്കണം, ഇത് പുരോഗമനപരമാണ് എന്നാണ് അവകാശപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ സമരത്തിനിറങ്ങിയ UDF നേതൃത്വം 4 ദിവസം കഴിഞ്ഞപ്പോൾ അജ്ഞാതമായ കാരണങ്ങളാൽ സമരം നിർത്തിപ്പോയത് എന്തുകൊണ്ടാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇന്നും ദുരൂഹമാണ്. ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ശബരിമല വിഷയത്തിൽ ഇതിനെ ചെറുക്കാൻ വിശ്വാസ സമരത്തിന് ശേഷം UDF എന്തുകൊണ്ട് മാളത്തിൽ ഒളിച്ചു എന്നത് ഇന്നും അജ്ഞാതമാണ്. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് കേസുകളാണ് ഇവിടെ ഇരിക്കുന്ന നിരവധി പ്രവർത്തകരുടെ പേരിൽ. നമ്മുടെ മക്കൾക്ക് ഒരു ജോലിക്ക് പോകാൻ, വിദേശത്തേക്ക് പോകാൻ വരുമ്പോൾ അവർക്ക് പോലീസ് ക്ലിയറൻസ് കിട്ടുന്നില്ല. കാരണം അവരെല്ലാവരും ഇന്ന് ക്രിമിനൽ കേസിലെ പ്രതികളാണ്. 92 വയസ്സുള്ള ശ്രീ O രാജേട്ടന്റെ കഥ ഇവിടെ പറഞ്ഞു. മറ്റെങ്ങുമല്ല, മാന്നാർ പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തത്. എന്താണ് രാജേട്ടൻ? ഞാൻ FIR വായിച്ചു. രാജേട്ടന്റെ പേരിലുള്ള കേസ് എന്താണെന്ന് അറിയുമോ? ഇത് ദാസേട്ടനോട് കൃത്യമായി പറഞ്ഞില്ല. O രാജേട്ടന്റെ പേരിലുള്ള കേസ് അതിൽ രാജേട്ടൻ മാത്രമല്ല, O രാജഗോപാൽ, K സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, ശോഭ സുരേന്ദ്രൻ, വത്സൻ തില്ലങ്കേരി, ശശികല ടീച്ചർ, കുമ്മനം രാജശേഖരൻ, PS ശ്രീധരൻപിള്ള, എല്ലാവരും പ്രതികളാ. എന്താ O രാജഗോപാലിന്റെ പേരുള്ള ഈ കേസിന്റെ FIR എന്താണെന്ന് അറിയുമോ? ശബരിമല വിഷയത്തിൽ നടന്ന ബന്ദിന്റെ ദിവസം O രാജഗോപാലിന്റെ നേതൃത്വത്തിൽ BJP നേതാക്കന്മാര് വടിവാളുമായി മാന്നാർ ജംഗ്ഷനിൽ കൂടി നടന്നു പോവുകയും അപ്പോൾ അതുവഴി കടന്നു വരുന്ന മാരുതി സ്വിഫ്റ്റ് കാർ തടഞ്ഞു നിർത്തി ആ കുടുംബത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുമെന്നാണ് FIR. ഒന്നാം പ്രതിയാര 92 വയസ്സുള്ള O രാജഗോപാൽ. പിണറായി വിജയൻ സർക്കാരിന് വിശ്വാസികളോടുള്ള നിലപാടിന് ഇതിലും മികച്ച ഉദാഹരണം വേണോ? കാരണം പിണറായി വിജയന്റെ തിട്ടൂരം നടക്കാതെ പോയത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുത്ത ജനകീയ ശക്തിയുടെ മുൻപിലായിരുന്നു. BJPയുടെ നേതൃത്വത്തിൽ ആചാര ലംഘനം അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 10,000-കണക്കിന് സമരഭടന്മാരാണ് കേരളത്തിന്റെ എല്ലാ തെരുവുകളിലും ഇറങ്ങിയത്. ഇന്ന് അവരോട് പിണറായി വിജയൻ സർക്കാർ പ്രതികാരം ചെയ്യുകയാണ്. ജനങ്ങളോട് പ്രതികാരം ചെയ്യുന്നത് പോരാഞ്ഞ് കേരളത്തിലെ ക്ഷേത്ര സ്വത്തുക്കൾ മുഴുവൻ കൊള്ളയടിക്കുകയാണ്. അതിനാരാണ് കൂട്ടു നിൽക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ നിരവധി കോൺഗ്രസ് നേതാക്കന്മാരില്ലേ? KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കം. ഇവരിൽ എത്ര പേർക്ക് സോണിയാഗാന്ധിയെ നേരിൽ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്? അവർ വല്ല മന്ത്രിമാരോ നേതാക്കന്മാരോ ആയിരിക്കുന്ന സമയത്ത് സോണിയെ കാണാൻ അവസരം കിട്ടുന്നത് ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലെ ഒരു സാധാരണ പ്രവർത്തകനും ഓടിച്ചെന്ന് കാണാൻ പറ്റുന്ന ഒരു നേതാവല്ല ശ്രീമതി സോണിയ. പക്ഷേ സ്വർണ്ണക്കൊള്ളയിൽ പ്രധാന പ്രതിയായ ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം 3 തവണയാണ് ശ്രീമതി സോണിയയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. എന്തിനാ ശ്രീമതി സോണിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയത്? അതിന്റെ പിന്നിൽ കോൺഗ്രസിന്റെ വലിയ ബന്ധമുണ്ട്. കോൺഗ്രസ് ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്ന സ്വർണത്തിൽ എങ്ങനെയാണ് പങ്കുപറ്റാം എന്നാലോചിക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ കാര്യത്തിൽ ജനരോഷം ഉയർന്നു വരേണ്ടതുണ്ട്. ശബരിമലയിൽ പ്രതികൾ പിണറായി വിജയൻ സർക്കാർ മാത്രമല്ല, UDF നേതൃത്വത്തിനും അതിന് പങ്കുണ്ട്.
രണ്ട് കൂട്ടരും ശബരിമലയോട് കാണിക്കുന്ന നെറികേടിനെതിരെ ജനരോഷമുയർത്തുന്നതിനാണ് ഈ വിശ്വാസ ജനസഭ ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മഹാസംഗമത്തിന് അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ്. രാജീവ് ചന്ദ്രശേഖർജി നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തതിനു ശേഷം വികസിത കേരളം എന്ന ഒരു പുത്തൻ സങ്കല്പം കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പറയുന്നു, കേരളത്തിനൊരു മാറ്റമുണ്ടാകണമെങ്കിൽ, പരിവർത്തനമുണ്ടാകണമെങ്കിൽ രാജീവേട്ടന്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരണമെന്ന ചിന്തയിലേക്ക് കേരളത്തെ ജനങ്ങളെ കൊണ്ടെത്തിച്ച വികസന നായകൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരെ ഏറെ ആദരവോടുകൂടി ഇവിടെ എത്തിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളുടെ ഏവരുടെയും കണ്ണിലുണ്ണിയായ ശ്രീമാൻ സുരേഷ് ഗോപിയാണ്. ഇന്ത്യയുടെ ക്ഷുഭിത യൗവനം, കേരളത്തിന്റെ ക്ഷുഭിത യൗവനം. പണ്ട് സുരേഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റിയാക്ട് ചെയ്യലാണ് കൂടുതൽ ഇഷ്ടം, ബിഹേവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. കാരണം അദ്ദേഹത്തിന് നാട്യങ്ങളില്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ അഭിനയം വെള്ളിത്തിരയിൽ മാത്രമാണ്. ജനങ്ങളുടെ ഇടയിൽ അഭിനയിക്കാൻ അറിയാത്ത ജനനായകനായ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയെ ഏറെ ആദരവോടുകൂടി ഈ മഹാസഭയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ആമുഖ പ്രഭാഷണം നടത്തിയത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ദാസേട്ടനാണ്. ദാസേട്ടൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ അധ്യക്ഷനാണ്, ദേശീയ നിർവാഹക സമിതി അംഗമാണ്, റെയിൽവേയുടെ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റി ബോർഡിന്റെ ചെയർമാനൊക്കെ ആയിരുന്ന നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ദാസേട്ടനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ തമ്പി മേട്ടുതറ, ക്ഷമിക്കണം, ഭാരത ധർമ്മജനസേനയുടെ BDJSന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ തമ്പി മേട്ടുതറയെ ഈ മഹായോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ഏട്ടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ABVP-യിലൂടെ യുവമോർച്ചയിലൂടെ കേരളത്തിലെ യുവാക്കളുടെ ഹരമായി മാറിയ അഡ്വക്കേറ്റ് സുരേഷിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തിലെ യുവാക്കൾക്ക് വികസന സ്വപ്നങ്ങൾ പങ്കുവെക്കുന്ന ഒരു വികസന നായകൻ കൂടിയാണ് ശ്രീ അനൂപ് ആന്റണി. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ മഹാസമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ K. സോമേട്ടൻ നമ്മുടെ മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ്. തിരുവനന്തപുരം മേഖലയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നോക്കുന്ന ശ്രീ സോമേട്ടനെ ഏറെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായ നമ്മുടെ മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായ നമ്മുടെ നാട്ടുകാരൻ ശ്രീ ME ഗോപകുമാർജിയെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു സംസ്ഥാന സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേഖലയുടെ അധ്യക്ഷനും ഈ മേഖലയുടെ പ്രഭാരിയുമായ കോട്ടയം സ്വദേശി ശ്രീ N. ഹരി, അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ VA സൂരജ്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പത്തനംതിട്ട ജില്ലയുടെ പ്രഭാരി ശ്രീ B. രാധാകൃഷ്ണ മേനോൻ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ BDJSന്റെ ജില്ലാ അധ്യക്ഷൻ ശ്രീ തന്ത്രികൾ സന്തോഷ് ശാന്തി ഇവിടെ ആമുഖ ഭാഷണം നടത്തിയിരുന്നു. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മറ്റൊരു സംസ്ഥാന സെക്രട്ടറി ശ്രീമതി രേണുക സുരേഷ്, നേരത്തെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിരുന്നു. ശ്രീമതി രേണുക സുരേഷ് ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മറ്റൊരു സംസ്ഥാന ഉപാധ്യക്ഷൻ ആലപ്പുഴ നോർത്ത് ജില്ലയുടെ പ്രഭാരി കൂടിയായ തിരുവനന്തപുരം സ്വദേശി ശ്രീ പ്യൂന്തുറ ശ്രീകുമാർ, അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ശ്രീ വിക്ടർ ടി തോമസ്, അദ്ദേഹം നേരത്തെ UDFന്റെ പത്തനംതിട്ട ജില്ലാ ചെയർമാനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ദേശീയ സമിതി അംഗമൊക്കെയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഏറെ ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ ജില്ലാ അധ്യക്ഷൻ, മുതിർന്ന നേതാക്കന്മാരായ ശ്രീ മാന്നാർ സതീഷ്, ശ്രീ KS രാജൻ, അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയുടെ ജനറൽ ഈ വിശ്വാസ ജനസഭയിൽ പങ്കെടുക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജില്ലാ പ്രസിഡന്റ് സന്ദീപ് ജി കാര്യങ്ങൾ
കൃത്യമായി പറഞ്ഞു. ഇതിൻ്റെ പിന്നിൽ BJP NDAൻ്റെ നിലപാടും ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു ദൃഢനിശ്ചയം ഈ നാട്ടിൻ്റെ വിശ്വാസികളെല്ലാം സംരക്ഷിക്കാൻ CPM-ഉം കോൺഗ്രസും ദ്രോഹിക്കുന്ന സമയത്ത് BJP-യും NDAയും സംരക്ഷിക്കാൻ ഉണ്ട് എന്ന് പറയാനാണ് ഇന്ന് ഈ ജനസഭ നമ്മൾ നടപ്പിലാക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 2018-ലും അത് കഴിഞ്ഞ് ഏകദേശം ഒരു 6-8 മാസം മുമ്പ് ഈ CPM സർക്കാർ ചെയ്ത ദ്രോഹം വിശ്വാസികളെതിരെയും ശബരിമലേൻ്റെ എതിരെയും അവർ ചെയ്ത ആചാര ലംഘനം ഇതും ആരും മറന്നിട്ടില്ല. ഇന്ന് ഞങ്ങളെല്ലാവരും ഇവിടുന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, മറക്കില്ല എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. 2018-ൽ അവർ ചെയ്തതും വിശ്വാസികളെതിരെ ചെയ്ത ദ്രോഹം അതിനെക്കുറിച്ച് സന്ദീപ് വിശദമായി അവതരിപ്പിച്ചു പറഞ്ഞു. കഴിഞ്ഞൊരു 6 മാസം മുമ്പ്, ഏകദേശം ഒരു 6 മാസം മുമ്പ് നമ്മളെല്ലാവരും കേട്ടത് ഒരു അതിശയമായ കാര്യം. നമ്മളെ ഏറ്റവും പുണ്യ ശബരിമലയിൽ നിന്ന് 4.5 കിലോ സ്വർണം കൊള്ള ചെയ്തു. ഏകദേശം 6 മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരിന്റെ പോലീസ് SIT അന്വേഷിച്ചു. 6 മാസം പോരെ ഒരു അമ്പലത്തിൽ നിന്ന് 4.5 കിലോ കൊള്ള ആര് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ? ഇതൊരു ഒരു ചെറിയൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മുടെ നാട്ടിലെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, നമ്മുടെ പുണ്യ ശബരിമലത്തിൽ നിന്ന് ഒരു 4.5 കിലോ സ്വർണം കട്ടുകൊണ്ടുപോയി, പോലീസ് അത് അന്വേഷിക്കുന്നു. ഇന്ന് ഒരു ആളും ജയിലിലില്ല, ഒരാളിനെതിരെ കേസില്ല. പിന്നെ ആരാണ് ഇത് കട്ടത്? എങ്ങനെയാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ദല്ലാൽ, സന്ദീപ് ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ്, അതങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആള് കള്ളനാണ്. ശബരിമലയിൽ നിന്ന് 4.5 കിലോ കൊള്ള സ്വർണം കൊട്ട ആളാണ്. ശ്രീമാനൊന്നല്ല, കള്ളനാണ്. ഈ കൊള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറുന്നത്? എങ്ങനെയാണ് ഈ ശബരിമല സ്വർണം കട്ടുകൊണ്ടുപോകുന്നത്? ആളിന്റെ പിന്നെ ആരോ ഉണ്ടല്ലോ. ഒക്ടോബർ 3-ാം തീയതി പാർട്ടി ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് എന്താണ്? ഈ നാടകം ഇത് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാടകമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ല കണ്ടുപിടിക്കാൻ ഇതിന്റെ പിന്നിൽ ആരാണെന്ന്. എന്താണ് ഇപ്പൊ നടന്നത്? 6 മാസം കഴിഞ്ഞു. പോറ്റി വീട്ടില്, വാസവൻ വീട്ടില്, കടകംപള്ളി സുരേന്ദ്രൻ എന്തെല്ലാം ചെയ്യുന്നു. ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമുള്ള 2 മന്ത്രിമാര്, ദേവസ്വം മന്ത്രിമാര്, അവരെതിരെ ഒരു കേസുമില്ല. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ടല്ലോ, ഇതെല്ലാം ഒരു നാടകമായിരുന്നു. ഈ മുഖ്യമന്ത്രിക്ക് ഒരു താല്പര്യമില്ല. അതിൻ്റെ ഒപ്പം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിന്റെ നിലപാട് നമ്മൾ അസംബ്ലിയിൽ കണ്ടല്ലോ. ഈ കേസ് എന്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നില്ല, ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ, അതൊന്നും ചോദിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി അസംബ്ലിയിൽ എന്താണ് പറയുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഞങ്ങളുടെ ആളല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി നിങ്ങളുടെ ആളാണ്. CPM പറഞ്ഞത് അല്ലല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിന്റെ ആളാണ്. ദാ ഫോട്ടോ.
അപ്പൊ സാധാരണ മലയാളി, സാധാരണ വിശ്വാസി എന്താണ് ചോദിക്കുന്നത്? ഇത് നിങ്ങൾ രണ്ടുപേരുടെ ആളാണ്, നിങ്ങളാണ് ഈ കള്ളന്റെ പിന്നില്, CPM-ഉം കോൺഗ്രസും. അതുകൊണ്ടല്ലേ ഇതുവരെ 6 മാസം അന്വേഷിച്ചിട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ആഭ്യന്തരമന്ത്രി, ഏറെ ബഹുമാനപ്പെട്ട അമിത്ഷാജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഒരു ആത്മാർത്ഥത കാണിക്കാൻ ഈ അന്വേഷണം ചെയ്യണം എന്ന് അദ്ദേഹത്തിനൊരു താല്പര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം CBI-ന് റെഫർ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് കേരള പോലീസ് അന്വേഷിക്കാൻ കഴിയാത്ത ഒരു അന്വേഷണം CBI-ക്ക് കൊടുക്കുന്നില്ല? ഇതുവരെ കോൺഗ്രസ്സുകാർ ചോദിച്ചോ CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെന്ന്? ചെയ്തില്ല. അപ്പോൾ കോൺഗ്രസിനും CPM-നും ശരിക്കും കൃത്യമായി പറയേണ്ടത്, ഇത് CPM കോൺഗ്രസ് കുറുവ സംഘമാണ്. ഇവർക്ക് ശബരിമല കൊള്ളയാണോ, ഗുരുവായൂർ തട്ടിപ്പാണോ, ഇനിയിപ്പോൾ ആർക്കറിയാം എത്ര അമ്പലത്തിൽ നിന്ന് എവിടെയെല്ലാം അവർ തട്ടിച്ച് കൊള്ള ചെയ്തിട്ടുണ്ടെന്ന്. ഒരു വിജിലൻസ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല, ഒരു ഓഡിറ്റും ചെയ്തിട്ടില്ല. 70 കൊല്ലം ഭരിച്ച CPM-ഉം കോൺഗ്രസും എവിടെ നിന്നെല്ലാം കട്ടിട്ടുണ്ടെന്ന് ആർക്കറിയാം? അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: ഈ ദ്രോഹം, ഈ കൊള്ള, അതിൻ്റെ കാലങ്ങളെല്ലാം ഇനി കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ഈ ഇലക്ഷനിൽ NDA BJP-ന്റെ സർക്കാരായിരിക്കും. ഇന്ന് ഇവിടുന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കൊള്ളേൻ്റെ പിന്നിൽ ആരാണെങ്കിലും, വാസവനാണോ, കടകംപള്ളി സുരേന്ദ്രനാണോ, ശിവകുമാറാണോ, അവർ അന്വേഷിച്ച് ഇൻഡൈറ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ജയിലിൽ അയക്കാൻ BJP NDAക്ക് മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ 18-ൽ നടന്ന ദ്രോഹം കഴിഞ്ഞിട്ട് കോൺഗ്രസ് പാർട്ടി അതിൽ മുതലെടുത്തു. അവർക്ക് 19-ന്റെ ഇലക്ഷന് വളരെ ഗുണങ്ങൾ കിട്ടി. പക്ഷെ ഇന്ന് നമ്മളെല്ലാവരും മറക്കരുത്, കോൺഗ്രസ് പാർട്ടി 2018 മുതൽ ഇന്ന് വരെ എന്ത് ചെയ്തു? ശബരിമല വിശ്വാസികളെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്തില്ല, ദ്രോഹിച്ചു. സന്ദീപ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന്റെ നിലപാട്, ജമാഅത്തിന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിന്റെ നിലപാട് എന്താണെന്ന്, വിശ്വാസികളുടെ കുറിച്ച് എന്താണ് അവരുടെ നിലപാട്, ഇത് മറക്കരുത്. ഇത് മറക്കേണ്ട കാര്യമല്ല. അത് ഇനി ഇലക്ഷന് മുമ്പ് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സന്ദീപ് പറഞ്ഞു, 2018-ല് ഈ സുപ്രീം കോടതി വിധി വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്താണ് ചെയ്തത്? കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിന്റെ ഏറെ ഒരു അസിസ്റ്റന്റായ സുർജേവാല അവർ സ്വാഗതം ചെയ്തു. ഇത് ശരിയാണെന്ന് പറഞ്ഞു. 2 കൊല്ലം 2 കൊല്ലം കോൺഗ്രസ് പാർട്ടിന്റെ വെബ്സൈറ്റിൽ, ഒരു ദിവസമല്ല 2 ദിവസമല്ല, 2 കൊല്ലം അവരുടെ വെബ്സൈറ്റിൽ എന്തായിരുന്നു മെസ്സേജ്? ഞങ്ങളിത് സ്വാഗതം ചെയ്യുന്നു, പിന്തുണ കൊടുക്കുന്നു, ആചാര ലംഘനത്തിന് പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നു. ഇതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. പിന്നെ നമ്മുടെ ഈ ജില്ലേൻ്റെ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല 3 ദിവസം എന്തോ ഹങ്കർ സ്ട്രൈക്കിലിരുന്നു. 3 ദിവസം. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് അതെല്ലാം ക്യാൻസലായി. കാരണം എന്താണ്? ഈ CPM-ഉം കോൺഗ്രസിന്റെ അന്തർധാര. ആ ഒരു ഹങ്കർ സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് ഒരു ഒറ്റ വാക്ക് കോൺഗ്രസ് പാർട്ടി, ഒരു ഒറ്റ കാര്യം വിശ്വാസികളെ സംരക്ഷിക്കാനോ പിന്തുണ കൊടുക്കാനോ ചെയ്തില്ല, പറഞ്ഞില്ല. ഇതാണ് സത്യം, മറക്കരുത്. കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു 2018-ല്? പിന്നെ നമ്മുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ശ്രീധരൻ പിള്ളജി ആയിരുന്നു. അപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, തന്ത്രി നട അടയ്ക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എന്താണ് കോൺഗ്രസ് പാർട്ടി പറഞ്ഞത്?
ഇത് 2018 ഞാൻ പറഞ്ഞേ. കോൺഗ്രസ് പാർട്ടി അന്ന് പറഞ്ഞു ശ്രീധരൻപിള്ള സാറും തന്ത്രിനെ അറസ്റ്റ് ചെയ്യണം. അതായിരുന്നു അവരുടെ നിലപാട്. BJP NDA വിശ്വാസികളെ സംരക്ഷിക്കാൻ ഇറങ്ങുമ്പോൾ അന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇതായിരുന്നു, നമ്മൾ മറക്കരുത്. BJPനെയും ജയിലിലയക്കണം, തന്ത്രിനെയും ജയിലയക്കണം എന്ന് സന്ദീപ് പറഞ്ഞല്ലോ. ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ കോൺഗ്രസ് പാർട്ടി ശബരിമല ശബരിമല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇത് ഇരട്ടത്താപ്പ് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ എനിക്കൊരു മലയാളം വാക്ക് കിട്ടുന്നില്ല. എന്താ പറയണ്ടത്? കോൺഗ്രസ് പാർട്ടിക്ക് പവർ മാത്രമാണ്, ജനങ്ങളെ വിഡ്ഢിയാക്കാൻ മാത്രമാണ് അവരുടെ രാഷ്ട്രീയം. ശബരിമലയല്ല, ഭഗവാൻ അയ്യപ്പനുമല്ല, അവരെ ഭഗവാൻ സോണിയാഗാന്ധിയും അവരെ ഭഗവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയ. ഇത് മറക്കരുത്. ഇവിടെ വന്ന് വിഡ്ഢിയാക്കാൻ ഒരു ശ്രമം നടക്കും അടുത്ത 30 ദിവസം. LDFനെതിരെ പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് ഞങ്ങൾക്ക് വോട്ട് തരും എന്ന് പറയാൻ വരും കോൺഗ്രസ് പാർട്ടി. അപ്പോൾ പറയണം, ഞങ്ങൾ മറന്നിട്ടില്ല. 2018 നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മറക്കില്ല. കാരണം ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാരാണ്, ഞങ്ങൾ വിശ്വാസികളാണ്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഭഗവാനെ ദ്രോഹിക്കുന്നത് ഞങ്ങൾ മറക്കില്ല, ഞങ്ങളെ വഞ്ചനിക്കുമ്പോൾ ഞങ്ങൾ മറക്കില്ല. ഇനി വരാൻ പോകുന്ന കാലത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ ഏറെ ബഹുമാനനായ മുഖ്യമന്ത്രി പെട്ടെന്ന് ഒരു അയ്യപ്പ ഭക്തനാവാൻ ഒരു ശ്രമം, സംഗമം നടത്തുന്നു, അയ്യപ്പനെ കുറിച്ച് പറയുന്നു. പക്ഷേ ഞങ്ങളുടെ ഡിമാൻഡ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന 3 കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണം, ചെയ്തേ പറ്റൂ. ഒന്ന്, ഈ കൊള്ള അതിൻ്റെ അന്വേഷണം CBIക്ക് റെഫർ ചെയ്യണം. കാരണം ഞങ്ങളിത് സമ്മതിക്കില്ല. ഇതിനെ ഒളിപ്പിക്കാനോ ഇതിന് ശ്രദ്ധ തിരിക്കാനോ ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇനി നിങ്ങളുടെ തന്ത്രങ്ങൾ ഞങ്ങൾ സമ്മതിക്കില്ല. തന്ത്രിനെ അറസ്റ്റ് ചെയ്ത ദിവസം ഞാൻ പറഞ്ഞു, പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, ഇത് ഒരു തന്ത്രമാണ്, ശ്രദ്ധ തിരിക്കാനാണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നത്. ദാസേട്ടൻ ആ റിമാൻഡ് റിപ്പോർട്ട് വായിച്ച് എന്നോട് പറഞ്ഞു, ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഒന്നുമില്ല രാജീവ്, എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, ഇത് ഈ റിമാൻഡ് റിപ്പോർട്ട്, ഈ കേരള പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഒരു തെളിവില്ലാണ്ടാണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ട്? ഇത് ചോദിക്കേണ്ട ചോദ്യമല്ലേ? എന്നിട്ട് എന്താണ് 4 ദിവസം മുമ്പേ കോർട്ട് പറയുന്നത്? ഒരു തെളിവ് ഇല്ല SITന്റെ കേസിൽ. തന്ത്രിനെ ബെയിൽ കൊടുത്തല്ലോ. പിന്നെ ഒരു നാണമില്ലാണ്ട് എന്ന് പറയാൻ എനിക്ക് എൻ്റെ മലയാളം അങ്ങനെ ഒരു സ്ട്രോങ് മലയാളമല്ല, അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. ആ ഗോവിന്ദൻ മാഷർ അസംബ്ലിയിൽ പറയാണ് തന്ത്രിൻ്റെ എതിരെ. തന്ത്രി അസംബ്ലിന്റെ ഭാഗമല്ല. ജനാധിപത്യ സംവിധാനത്തിൽ അസംബ്ലിയിൽ ഇല്ലാത്ത ഒരാളെ പറ്റി അസംബ്ലിയിൽ ചർച്ച ചെയ്യാൻ പാടില്ല. എന്നിട്ട് തന്ത്രിനെ കുറിച്ച് പറയാം. ഞാനും ദാസേട്ടനും സുരേഷെല്ലാം തന്ത്രിനെ പോയി കണ്ടു. അദ്ദേഹം പാവം ആശുപത്രിയിലാണ് തിരുവനന്തപുരത്ത്. ഞാൻ തന്ത്രിനെ കുറിച്ച് ന്യായീകരിക്കാനോ അതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു തെറ്റായ കേസിൽ അദ്ദേഹത്തിനെ ജയിലിൽ അയച്ച് അത് എന്തുകൊണ്ട് അയച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാവും. ഇത് വാസവന്റെ കടകംപള്ളി സുരേന്ദ്രന് ശ്രദ്ധ തിരിക്കാനായിരുന്നു ഇവർ ചെയ്തത്, CPM ചെയ്തത്. പിന്നെ അതിനെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടി ഒന്നും പറഞ്ഞുമില്ല. ഇന്ന് 4 ദിവസം മുമ്പേ കോർട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി തന്ത്രിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിൻ്റെ നിലപാടും കോൺഗ്രസ് പാർട്ടി ചെയ്ത കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. ഞങ്ങളുടെ BJP NDAന്റെ 3 ഡിമാൻഡാണ്. ഒന്ന്, CBI അന്വേഷിക്കണം. രണ്ടാമത്തത്
സുപ്രീം കോടതിയിൽ മാർച്ച് 14 വരുന്ന കേസിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് മൊഴി മാറ്റണം, സ്റ്റേറ്റ്മെന്റ് മാറ്റണം. ആചാരണ ലംഘനം ഞങ്ങൾ ചെയ്യില്ല എന്നൊരു പുതിയ മൊഴി കൊടുക്കണം. മൂന്നാമത്തത്, ഇതുവരെ കേസ് 3000 പേരിനെതിരെ കേസ്, സന്ദീപ് പറഞ്ഞല്ലോ, ഓ രാജേട്ടൻ്റെ എതിരെ കേസ് ഫയൽ ചെയ്യുക. അതെന്തിനാണ്? അയ്യപ്പ ഭക്തന്മാരെ സംരക്ഷിക്കാൻ ഇറങ്ങിയ ഓ രാജേട്ടൻ്റെ എതിരെ കേസ്. ശകലമുളുപ്പുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ, ശകലമുളുപ്പുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. CBIക്ക് അന്വേഷിക്കാൻ റെഫർ ചെയ്യണം. രണ്ടാമത്തത് മൊഴി മാറ്റണം. മൂന്നാമത്തത് 3000 കേസ് നിങ്ങൾ പിൻവലിക്കണം. ശകലം ഉളുപ്പുണ്ടെങ്കിൽ. ഉളുപ്പുണ്ടോയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷേ ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. വിശ്വാസികളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടിയും CPM ഇല്ലെങ്കിലും ഇന്നു മുതൽ BJP NDA ഉണ്ടാവുമെന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തന്ന് എല്ലാവരുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതുവരെ നടന്ന കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കില്ല. രാഷ്ട്രീയക്കാര്, CPM രാഷ്ട്രീയക്കാരും കോൺഗ്രസ് രാഷ്ട്രീയക്കാരും നമ്മുടെ വിശ്വാസികളെതിരെ, അവരെ ദ്രോഹിക്കാൻ എന്ത് ചെയ്താലും BJP NDA ഉണ്ടാവുമെന്ന് ഞാൻ ഇന്ന് കൃത്യമായി ഉറപ്പു തരാൻ ആഗ്രഹിക്കുന്നു. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ ഏറെ ബഹുമാനനായ സുരേഷ് ഗോപിജി ഇവിടെ സംസാരിക്കും. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്തു. എൻ്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. സ്വാമിയേ സ്വാമിയേ സ്വാമിയേ. നമ്മുടെ പരിപാടി അടുത്തതായി ഉദ്ഘാടനമാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ സുരേഷിയുടെ ഉദ്ഘാടനം കഴിഞ്ഞാലുടൻ തന്നെ നിങ്ങൾ എല്ലാവരുടെ കയ്യിലും തന്നിട്ടുള്ള അയ്യപ്പ ജ്യോതി നാം എല്ലാവരും ചേർന്ന് കൊളുത്തി ഹരിവരാസനവും ചൊല്ലിയതിന് ശേഷം മാത്രമേ എല്ലാവരും പോകാൻ പാടുള്ളൂ. അതിനിടയിൽ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപ്രധാനമായ